സോണ്ട് ഓപ്പണിംഗ് സീനിൽ റാഞ്ചി അവനാണെങ്കിൽ റുക്കിയോട് സംസാരിക്കുകയാണ്. റുക്കിയയ്ക്ക് അറിയാം അവളുടെ ബ്രദറിന് അവനോട് യാതൊരു സ്നേഹവും ഇല്ല എന്ന്, മറിച്ച് അവളോട് അവന് വെറുപ്പും അസൂയയും മാത്രമാണ്. സോ തന്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നവനും അവനാണെന്നാണ് നമ്മുടെ റുക്കിയ അവൾ കരുതിയിരിക്കുന്നത്. അടുത്ത നിമിഷം അവളുടെ ബ്രദർ അവിടേക്ക് വരും. അതിനുശേഷം റുക്കിയോട് പറയും, ഇനി നിനക്ക് ഒരു സോൾ റീപ്പറായിട്ട് തുടരാനായിട്ട് കഴിയില്ല, നീ ചെയ്തത് വലിയ തെറ്റാണ്. സോൾ സൊസൈറ്റിയിലുള്ള സീനിയേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുത്തു. നീ ചെയ്ത വലിയ തെറ്റിന് ഒരു ചെറിയ ശിക്ഷ, 25 ദിവസം. ഇനി 25 ദിവസം മാത്രമേ നിനക്ക് ജീവിക്കാൻ അവകാശമുള്ളൂ. അതിനുശേഷം നിന്റെ എക്സിക്യൂഷൻ ഇവിടെ വെച്ച് നടത്തും. കേട്ട് റുക്കിയാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൾ നോർമൽ ആവുകയാണ്. ഒരു സോൾ റീപ്പറിന്റെ ലൈഫിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സർവ്വസാധാരണമാണ്. സോ ഞാനിത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവൂന്ന് പറഞ്ഞ് അവൾ നോർമൽ ആവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒർഹിബയെയും ആ മുടിയനെയും കാണിക്കും. അവർക്ക് രണ്ടുപേർക്കും നമ്മുടെ പൂച്ച സാറ് കാര്യമായിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണ്. അവർക്ക് ഒരുപാട് നിർദ്ദേശമൊക്കെ കൊടുത്ത് പല പ്രാക്ടീസ് കൊടുക്കുമെങ്കിലും അവരെ കൊണ്ട് ഇപ്പോ അവരുടെ പവർ അത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല. അവരാണെങ്കിൽ ഡിസപ്പോയിന്റഡായി സാഡായി അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആ പൂച്ചയാണെങ്കിൽ വീണ്ടും വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഇത്തരം ചെറിയ കാര്യങ്ങളിലൊന്നും ഡിസപ്പോയിന്റ് ആവാനായിട്ട് പാടില്ല. പരിശ്രമം അത് തുടർന്നു കൊണ്ടേയിരിക്കുക. ഫസ്റ്റ് ടൈം നിങ്ങളുടെ ആ പവർ അത് അവേക്കനായിട്ടുള്ള ആ സന്ദർഭം ആലോചിക്കുക. ആ സന്ദർഭം മനസ്സിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ആ സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. അപ്പോൾ ഉറപ്പായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പവറിനെ അൺലോക്ക് ചെയ്ത് കൂടുതൽ പവർ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അവരാണെങ്കിൽ പൂച്ച അത് പറയുന്നത് കേട്ട് ആ ഒരു സന്ദർഭം അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പവർ അത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവർക്കാണെങ്കിൽ അപ്പോഴും അതിന് സാധിക്കുന്നില്ല. ഉടനെ ആ പൂച്ച അവരോട് ആ സന്ദർഭം ചോദിക്കും. അതിനവരാണെങ്കിൽ ആ സന്ദർഭങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഉടനെ പൂച്ച, നിങ്ങൾ രണ്ടുപേരും ആരെയൊക്കെയോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പവർ പുറത്തേക്ക് വന്നത്. അവൻ ആദ്യം ആ മുടിയനോട് നീ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചതെന്ന് ഇപ്പോ മുടിയനോട് ചോദിക്കും. അതിനവൻ പറയും, ഞാൻ ഇച്ചിഗോയുടെ സിസ്റ്റർ കരീൻ, അവളെയാണ് രക്ഷിക്കാനായിട്ട് ശ്രമിച്ചത്. ആ സമയത്താണ് എൻ്റെ പവർ അത് അൺലോക്ക് ആയത്. പൂച്ച ഉടനെ അവനോട് കരീന്റെ ഫേസ് അത് ഇമാജിൻ ചെയ്യാനായിട്ട് പറയാണ്. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ ഫേസ് ഇപ്പൊ അവന്റെ മനസ്സിലേക്ക് വരുന്നില്ല. അവൻ ഇച്ചിഗോയ്ക്ക് പെയിന്റ് ഒക്കെ അടിച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി കരീനാക്കാൻ നോക്കും. പക്ഷെ ഒരു കരിഞ്ഞ സാധനത്തെ മാത്രമേ അവൻ ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റൂ. അതേസമയം ഇവിടെ ഉർഹിബ അവളാണെങ്കിൽ ടാക്സിമി അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അവളുടെ പവർ അൺലോക്ക് ചെയ്തത്. അവൾ വീണ്ടും ആ ഒരു സന്ദർഭം ആലോചിച്ച് ടാക്സിമെ ഇമാജിൻ ചെയ്യാണ്. അടുത്ത നിമിഷം അവളുടെ ഹെയർ ക്ലിപ്പ് അതങ്ങനെ തിളങ്ങി അതിൻ്റെ അകത്തുണ്ടായിരുന്ന കൊച്ചു കൊച്ചു സോൾസ് അതങ്ങനെ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന ആ സുബാക്കി കൊച്ചു കൊച്ചു സോളുകള് അവറ്റകളാണെങ്കിൽ അവളുടെ മുടിയൊക്കെ പിടിച്ച് വലിക്കാനായിട്ട് തുടങ്ങും. നീ ഒരാവശ്യമില്ലാതെ ഞങ്ങളെ പുറത്തേക്ക് വിളിച്ചു വരുത്തുവല്ലേന്ന് ചോദിച്ച് അവറ്റകളാണെങ്കിൽ അവളെ ഉപദ്രവിക്കുകയാണ്. അവളുടെ പവർ അൺലോക്ക് ചെയ്തത് കാണുമ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. പക്ഷെ അതേസമയം മുടിയന് അവനെ കൊണ്ട് മാത്രം അവന്റെ പവർ അൺലോക്ക് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ പൂച്ചയാണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ സഹായിക്കുകയാണ്. അവനെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് അവന്റെ പവർ അത് അൺലോക്ക് ചെയ്യിപ്പിക്കാനായിട്ട് അവൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഇതാ ഇവിടെ ഹീറോ അവനാണെങ്കിൽ മൊത്തത്തിൽ തളർന്ന് വീണ് കിടക്കുകയാണ്. കാരണം ആ ഒരു മോൺസ്റ്റർ അതാണെങ്കിൽ അവന്റെ ഓരോരോ ചെയിൻസ് ആയിട്ട് തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചെയിന്റെ കണ്ണി കഴിച്ചതിന് ശേഷം അതൊരല്പസമയം റെസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണെങ്കിൽ അവന്റെ ബോഡി അത് മുഴുവനായിട്ട് തകരുന്ന വേദന അതങ്ങനെ അവൻ അലട്ടുകയാണ്. പക്ഷെ അപ്പോഴും വിട്ടുകൊടുക്കാതെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കും. ആ കുഞ്ഞിപ്പയ്യനും കുഞ്ഞിപ്പെണ്ണും അവർ രണ്ടുപേരും തീർത്തു പറയും, ഈ ഇച്ചിഗോ വെറും യൂസ്ലെസ് ആണ്, അവനെ കൊണ്ട് ഒരിക്കലും ഇത് കംപ്ലീറ്റ് ചെയ്ത് തിരികെ വരാൻ പറ്റില്ല, അവൻ ഒരു ഹോളോ ആയി തീരും. ഇവിടെ ആ മീശക്കാരൻ ഹീറോയോട് ചോദിക്കും, നിനക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട് എങ്കിൽ അത് ശരിക്കും ഒരു ബാഡ് സൈനാണ്. പിന്നെ ഹീറോ പറയും, ഇതുവരെ ആയിട്ടും എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സോൾ റീപ്പറായി തീരണം. മുകളിൽ ഉരഹരയാണെങ്കിൽ ആപ്പിളുകളൊക്കെ തിന്ന് ഹീറോയെ തന്നെ നോക്കും. അതേസമയം ആ കുഞ്ഞിപ്പയ്യൻ കഴിക്കാനായിട്ട് ഫുഡ് കൊണ്ടുവരികയാണ്. അത് കണ്ട് ഹീറോ പറയും, എനിക്കിതിന്റെ ആവശ്യമില്ല, എനിക്കിപ്പോഴും വിശക്കുന്നില്ല. മാത്രമല്ല നീ ഇത് കണ്ടില്ലേ, എനിക്കിനിയും എൻ്റെ ചെയിൻ്റെ കണ്ണികൾ ബാക്കിയുണ്ട്. അതിനാ കുഞ്ഞിപ്പയ്യൻ ചിരിക്കും. നീ ഇനി ഒരുപാട് നേരം പിടിച്ചു വെക്കാൻ ശ്രമിക്കേണ്ട, ഓൾറെഡി ഇപ്പോൾ 70 മണിക്കൂർ കഴിഞ്ഞു നീ നിന്റെ ശ്രമം അത് തുടങ്ങിയിട്ട്. അല്പസമയം കൊണ്ട് തന്നെ ഇപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ചെയിനുകളും ആ ഒരു മോൺസ്റ്റർ തിന്നു തീർക്കുകയാണ്. ഇച്ചിഗോ അവൻ വേദനയിൽ ഒച്ചത്തില് നിലവിളിച്ച് കരയും. മാത്രമല്ല അവനിപ്പോ പതിയെ ഹോളോ ആയിട്ട് മാറാൻ തുടങ്ങുകയാണ്. ഒരു പ്രോസസ്സ് കണ്ട് കുഞ്ഞിപ്പയ്യനും കുഞ്ഞിപ്പെണ്ണും അവർ രണ്ടുപേരും ഹീറോയെ തകർക്കാൻ റെഡി ആവുകയാണ്. ഉടനെ ഉരഹര ആണെങ്കിൽ അവരെ തടയും. ഇപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും അവനെ നശിപ്പിക്കാൻ പാടില്ല, കാരണം അവൻ ഇതുവരെ എക്സ്പ്ലോർഡ് ആയിട്ടില്ല. അവൻ ഇപ്പോഴും വിശക്കുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സോൾ റീപ്പറായി തീരണം. മുകളിൽ ഉരഹര ആണെങ്കിൽ അവനെ തടയും. ഇപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും അവനെ നശിപ്പിക്കാൻ പാടില്ല, കാരണം അവൻ ഇതുവരെ എക്സ്പ്ലോർഡ് ആയിട്ടില്ല. കാരണം അവൻ ഇതുവരെ
ഒരാള് ഹോളോ ആയി മാറിയ അവരുടെ ബോഡി എക്സ്പ്ലോഡ് ആവും. അവന്റെ ബോഡിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ ഇനിയും ഒരു സോൾ റീപ്പറായി മാറാനുള്ള ചാൻസ് അതുണ്ടെന്ന് പറയും. അപ്പൊ അതേസമയം ഹീറോ പതിയെ കണ്ണു തുറക്കുകയാണ്. ഏതോ ഒരു സ്ഥലത്ത് കിടക്കുന്നതായിട്ടായിരിക്കും അവന് തോന്നുക. ാണെങ്കിൽ അവനിപ്പോ എവിടെയാണെന്ന് മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ചുറ്റും നോക്കും. അപ്പൊ അവന്റെ തൊട്ടു പുറകിൽ ദൂരത്തായി ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പ്രത്യേക രൂപത്തിലൊരാള് ഹീറോ അവനോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അതിനാള് പറയും, നിനക്കറിയില്ലേ, നിനക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ആരാണെന്നും എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ പേര് പറയാണ്. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ ആൾ എത്രയൊക്കെ ആളുടെ പേര് പറയാൻ ശ്രമിച്ചിട്ടും അത് ക്ലിയർ ആവില്ല. ഹീറോ തീർത്തു പറയും, നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത നിമിഷം ഹീറോ നിൽക്കുന്ന ആ ഒരു ഡയമെൻഷൻ അതങ്ങനെ ചേഞ്ച് ആവുകയാണ്. കൺട്രോൾ പോയ ഹീറോ ആണെങ്കിൽ വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് പോലെ അവന് തോന്നും. ഉടനെ ആ ഒരാളാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, റുക്കിയുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ സോൾ റീപ്പർ പവർ അത് നിന്റെ ബോഡിയിൽ നിന്ന് തിരികെ എടുക്കാനായിട്ട് അവൻ ശ്രമിച്ചു. അതിനുശേഷം നിന്നെ നശിപ്പിക്കാനും. പക്ഷെ ഓൾറെഡി നിന്റെ ബോഡിയിൽ സോൾ റീപ്പർ പവർ ഉള്ള കാര്യം അതാരും അറിഞ്ഞില്ല. എന്തിന് നീ പോലും അറിഞ്ഞില്ല. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അതിന് ആള് പറയും, നിന്റെ ബോഡിയിൽ ഓൾറെഡി സോൾ റീപ്പർ പവർ ഉണ്ട്. റുക്കിയുടെ പവർ അത് നിന്റെ ബോഡിയിലേക്ക് വന്നപ്പോഴാണ് അതും ഓപ്പൺ ആയത്. അത് പറയുന്ന അതേ സമയം തന്നെ ആ ബിൽഡിങ്ങുകളിലുള്ള ഓരോരോ ബ്ലോക്കുകൾ അതങ്ങനെ തകരാനായിട്ട് തുടങ്ങും. ആളാണെങ്കിൽ ആ ബോക്സുകൾ ഇപ്പൊ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. നീ ഈ ബോക്സുകൾ കാണുന്നില്ലേ, ഇതിലൊന്നിൽ നിന്റെ സോൾ റീപ്പർ പവർ ഉണ്ട്. ഇത് നിനക്ക് കറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നീ ഒരു സോൾ റീപ്പറായി മാറും. അല്ല എങ്കിൽ നീ ഒരു ഹോളോ ആവും. നിന്റെ മുൻപിലെ സമയം അത് വളരെ കുറവാണ്. ആണെങ്കിൽ ടെൻഷൻ ആവും, ഞാനെങ്ങനെ ഇത്രയും ബോക്സിൽ നിന്ന് എന്റെ സോൾ റീപ്പർ പവർ അത് കണ്ടെത്തും. ഇപ്പോഴായിരിക്കും ഹീറോയ്ക്ക് നമ്മുടെ കണ്ണാടി പയ്യൻ അവൻ പറഞ്ഞ കാര്യം ഓർമ്മ വരിക. കണ്ണാടി പയ്യൻ ഹീറോയുടെ ബോഡിയിലെ സോൾ റീപ്പർ പവർ കണ്ടെത്തിയത് അവന്റെ സോൾ റിബൺ പവർ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഞാനും ആ സോൾ റിബൺ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ സോൾ റീപ്പർ പവറുള്ള ബോക്സ് അത് കണ്ടെത്താനായിട്ട് കഴിയും. ആണെങ്കിൽ ഓരോരോ ബോക്സുകളായിട്ട് മാറി മാറി നോക്കുകയാണ്. ഒരു റെഡ് റിബൺ കെട്ടിയ ബോക്സ് അതിന്റെ ഇടയിൽ വെച്ച്, കാരണം അവന്റെ സോൾ റിബൺ അത് റെഡാണ്. ആ ഒരു റിബൺ പിടിച്ച് അവൻ വലിക്കും. അടുത്ത നിമിഷം അത് ഓപ്പൺ ആവുകയാണ്. അത്രയും നേരം ഹീറോയോട് സംസാരിച്ച അയാൾ ഹാപ്പി ആയിട്ട് ഹീറോയോട് പറയും, ഒടുവിൽ നീ അത് കണ്ടെത്തിയല്ലേ. നെക്സ്റ്റ് ടൈം നമ്മൾ തമ്മിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ എൻ്റെ പേര് നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആൾ അവിടുന്ന് കടന്നു പോകും. അതേസമയം റിയൽ വേൾഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ഓൾമോസ്റ്റ് ഹീറോ ഓരോ ഹോളോ ആയി മാറിക്കഴിഞ്ഞു. ടെസ്സായി ഓരോരോ ബാരിയേഴ്സ് ഹീറോയ്ക്ക് നേരെ വലിച്ചെറിയും. എൻ്റെ മുൻപിൽ വേറെ വഴിയില്ല, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബാരിയർ അത് ഞാൻ ഉപയോഗിക്കുകയാണ്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇച്ചിഗോയ്ക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്ന് ആൾ തീർത്ത് പറയും. അടുത്ത നിമിഷം വലിയൊരു പൊട്ടിത്തെറി അവിടെ സംഭവിക്കുകയാണ്. ആ ഒരു പൊട്ടിത്തെറിയിൽ ഒരാൾ പുറത്തേക്ക് വരും. ഹോളോയുടെ മാസ്കും റീപ്പറിന്റെ കോസ്റ്റ്യൂം ഒക്കെ ആയിട്ട് സാക്ഷാൽ നമ്മുടെ ഹീറോ ഇച്ചിഗോ. ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടും. അതേസമയം ഹീറോ അവന്റെ സ്ക്വാഡിന്റെ ബാക്ക് സൈഡ് അതുപയോഗിച്ച് ഹോളോയുടെ മാസ്ക് അത് തകർത്ത് കളയാണ്. ഇവിടെ ഉറഹറയാണെങ്കിൽ കൈയടിക്കും, നീ സക്സസ്ഫുൾ ആയി നിന്റെ സെക്കൻഡ് ലെവൽ കംപ്ലീറ്റ് ചെയ്തു. അടുത്തതായിട്ട് മൂന്നാമത്തെ ഘട്ടം അത് നീ കംപ്ലീറ്റ് ചെയ്യണം. അത് വളരെ സിമ്പിൾ ആണ്. എന്റെ തലയിലുള്ള ഈ ക്യാപ്പ് അത് നിന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് നീ തട്ടി മാറ്റണം. ഇത് കേട്ട് ഹീറോ അവൻ ഉറഹറയെ നോക്കി ചിരിച്ച്, ഇതിനെനിക്ക് വെറും 5 മിനിറ്റ് മാത്രം മതി എന്ന് പറയും. അവർ രണ്ടുപേരുടെ സ്ക്വാഡൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.